ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ചയാണ്. നമ്മുടെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഞായറാഴ്ച. തന്നെ ഉത്സവം കഴിഞ്ഞുള്ള ഫസ്റ്റ് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ വലിയ വിശേഷങ്ങളും കാണുന്നില്ല. നമുക്ക് വയലിൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കണം. സാറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങും. പിന്നെ നമുക്കിപ്പം ഇന്നിപ്പോൾ പറയത്തക്ക വിശേഷമൊന്നുമില്ല. നമുക്ക് അമ്പലത്തിൽ മാതൃസമിതിയുടെ ഒരു ഊട്ടുനിവേദ്യം എന്ന് പറഞ്ഞൊരു നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ അമ്പലത്തിലോട്ടൊന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഇഷ്ടംപോലെ തൂക്കാൻ കിടക്കുന്നുണ്ടോ? അതൊക്കെ തൂക്കണം. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. കുറച്ച് തുണികളുണ്ട് കഴുകാൻ. നമ്മൾ കൈ കൊണ്ട് കഴുകുന്ന കുറച്ച് തുണികളുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. എനിക്ക് കുനിയൊന്ന് കഴുകാനായിട്ട് നടുവിലൊരു പിടുത്തരുന്ന നമ്മൾ നല്ല സമയം വരാൻ പോകുമ്പോഴത്തേക്ക് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് വെക്കാതെ എനിക്ക് നടുവിലൊരു പിടുത്തം ഇന്നലെ എന്ത് പറ്റിയെന്നറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് തുണികളെ കഴുകിയിടണം. പിന്നെ എന്ത് ചെയ്യാനും തൊണ്ടവയ്യ, എനിക്കായാലും വലിയ സുഖം. ഇപ്പോഴത്തെ ക്ലൈമറ്റാണെന്ന് തോന്നുന്നു, ഒരു രസമില്ല. ഒരു ജലദോഷവും ഒരു തൊണ്ടവേദനയും അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഒരു കഞ്ഞിയും പയറുതോരനും നമ്മളെ മറ്റേ സാധനം മീൻ പൊരിച്ചു. അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് കേട്ടോ. രാത്രി പിന്നെ വേറെ വല്ലതും കാണാം. 2 ദിവസം കൊണ്ട് അച്ഛനും മോനോട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത് ഇന്നത്തേക്കാക്കാം. അപ്പോൾ എന്താ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരാൾക്ക് ദോശയുണ്ട്. ഞാനും ധ്യാനൂസും എപ്പി ഉണ്ടാക്കി രാവിലെ കഴിച്ചു. ഞങ്ങൾക്ക് രാവിലെ എപ്പി ഉണ്ടാക്കി കഴിച്ച് ധ്യാനൂസിന് ഗുളിക കൊടുക്കട്ടെ. പിന്നെ ഇവിടെ ഒരു ദോശയും ചമ്മന്തിയും ഉണ്ടാക്കണം. പയർ ഞാൻ അവിച്ചിട്ടിട്ടുണ്ട്, തോരത്തിനെടുത്തത്. ഞാനപ്പോൾ ഒരാൾക്കുള്ള ദോശയുടെ മാവ് എടുത്ത് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കി ഇരുന്നപ്പോൾ ഇവിടെ ഒരാൾ ഉറക്കം കഴിഞ്ഞിട്ട് വന്ന് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ക്യാമറ വെച്ചേക്കണം കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാബാന്ന് വിളിച്ചിട്ട് വരണില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോഴേ പോയി പല്ലിയിക്കാൻ പോയതാണ്. അപ്പോൾ 2 ദോശയും ചുടണം, കുറച്ച് ചമ്മന്തി കഴിച്ചു കൊടുക്കാം. ചവിട്ടത്തോടെ കടിച്ചത് ആരും കടിച്ചെന്ന് ഇതിന് ഞാൻ ഇന്നലെ രാത്രി തുറന്നിട്ടത് ഞായറാഴ്ചയാണ് ഒരിത്തിരി കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അതൊക്കെ കടിച്ച് പിന്നീട് ഇട്ടേക്കും. കടിക്കണ കളിക്കാനാണ് എടുത്ത് വെച്ച്. മേഡം എനിക്ക് കൂട്ടിക്കോട്ട് സേഫായിട്ട് ഞാൻ ഇറങ്ങട്ടെ. ചവിട്ടോത്ത് എന്തിനാ കടിച്ചെന്നാ ചോദിച്ചത്? എന്തായിരുന്നു? എന്തേരി കാണിച്ചു വെച്ചേക്കുന്നെന്ന്? കൂട്ടുകാരെ പാലാട്ടിന്ന് കാണിക്കണ്ട. ചോറ് വേണ്ടേ? ഇത് ചോറ് വേണ്ടേ? ചോറ് ചോറ് വേണ്ടടാ. കുളിക്കണില്ലേ? കുളിച്ച് ഇന്നത്തെ കുത്തപ്പനാവണ്ടേ? കുത്തിക്കാൻ കേട്ടോ. ക്യാമറ ആയിട്ട് നോക്കൂ, പോസ്റ്റ് ചെയ്യൂ. നോക്കൂ മലന്ന് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഓ കുട്ടിക്കാർ, ഈ ചവിട്ടോ താഴെ കടിച്ചു വിട്ട് നിങ്ങളോട് ഈ ചവിട്ടോ എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളോട് ഈ ചവിട്ടോ എത്തോ ഇത്ര അടി പേടി വേണം. ഞാൻ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. ഞാൻ ചമ്മന്തി കുറച്ച് കടല ഇടും കേട്ടോ. നമ്മുടെ കടല, തേങ്ങ വളരെ എളുപ്പത്തിൽ തിരുമാറി നമ്മൾ തേങ്ങ പൂളിയെടുക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ പീസുകളാക്കി ചമ്മന്തി അരയ്ക്കാം, തോരൻ വയ്ക്കാം, അവിയൽ വയ്ക്കാം, എല്ലാത്തിനും എടുക്കാം. തേങ്ങ തിരുമാൻ നമ്മൾ പടിയില്ല. അപ്പം തേങ്ങ തിരുമിട്ട് ചമ്മന്തി ഇവിടെ റെഡി. അപ്പം ദോശയും ചമ്മന്തി റെഡി. നമ്മൾ എപ്പിയായിരുന്നു. ഐസ്ക്രീം കുടിക്കാൻ ഇങ്ങനെ കുട്ടിയും കണ്ടോ? ഐസ്ക്രീം കുടിച്ച് തൊണ്ടവരെ വന്ന് കുട്ടി കണ്ടു. നിങ്ങൾക്ക് സിങ്കർ നോക്കിയിരിക്കും. ചൂടുണ്ടാടാ. ഇവിടെ മനുഷ്യർക്ക് താടെ ഒത്തിരി ശരാ ബാക്കിൽ നിന്ന് ചോദിച്ചിട്ടും താണി.
നിനക്ക് അതിന്റെ ആവശ്യം. ഞാൻ തിന്നപ്പോൾ നിങ്ങൾക്ക് വായിക്കൊണ്ട് അപ്പോഴത്തേന് വെച്ച് നിന്നിട്ടുണ്ട്, ഓർമ്മിക്കണം. എവിടെ പോയി കിടന്നേനു ഇനി തിന്നോളാൻ പറഞ്ഞിട്ട് തിന്നോളൂ, ഐസ്ക്രീം ആയാലും എടുത്ത് തിന്നുന്ന. അയ്യോ ഐസ്ക്രീം നക്കി നക്കി തിന്നുന്ന കുട്ടിയെ കണ്ടു ഗൈസ്. കടിച്ചെടുക്കാൻ നോക്കണുണ്ട്, പറ്റുന്നില്ല കേട്ടാ. എടാ ഇങ്ങനെയാണ് തിന്നാള്, നക്കി നക്കി. നിന്നെ പോലെ ആക്രാന്തത്തിൽ കടിച്ചു കടിച്ചല്ല തിന്നാള്. കണ്ട കടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അവൻ എല്ലാം കപ്പി കപ്പി തിന്ന് ശീലമായിപ്പോയി. ഇല്ലയോ ഇങ്ങനെയാണ് തിന്നാളത്. നോക്കട്ടെ ഇങ്ങോട്ട് ശരി എനിക്ക് എടുത്താ വയറിളവും ആലോചിച്ചോണം. ഞാനത് അടുത്തിരുന്നു. ഇനി വീണ്ടും കൊടുക്കാൻ. ചോറിടുമ്പോഴത്തേക്ക് ഇതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യമായാണ് കാണുന്നത്. ചോറൊക്കെ ഇടനാക്ക് തരണില്ലേ നീ. എൻ്റെ പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മീൻ പൊരിക്കുന്നുണ്ട്. ഒരാൾ തണ്ണിമത്തൻ ഇന്നലെ വാങ്ങിച്ചു, അഗാധമ ഗർത്തമുള്ള ഒരു തണ്ണിമത്തൻ. അതിനെ പീസാക്കി ഇതിലിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ട് ആളിനെ കാണാനില്ല. ഗുണാക്കേവ് മീൻ പൊരിച്ചത്, മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചിട്ടിട്ട് വെച്ചോണ്ടാണ് അനക്കമില്ലാതിരിക്കുന്നത് കേട്ടോ. അപ്പം അനങ്ങി തുടങ്ങും. കഞ്ഞി ഇവിടെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മുടെ ലിയോ ചോറ് തിന്നാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ലിയോ 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 നോക്ക്, എത്ര 2 കാലേ ഇടുന്നുള്ളൂ എന്നൊരു ഡൗട്ട് കൂടിയാണ് ലിയോ ഇരിക്കുന്നത്. എങ്ങനെ എന്തായാലും തിന്നണത്? ഇതല്ലേ പൊടിച്ച് തിന്നണം നമ്മളേതോ വീഡിയോ. ഞാൻ പറഞ്ഞാലേ കേൾക്കും. ഇങ്ങനെ ഇരിക്കും. നമ്മളെ തിന്നാൻ പറഞ്ഞാൽ മാത്രമേ ലിയോ തിന്നോളൂ. വേണ്ട, അതാണ് ലിയോ. കാല് തിന്നു നോക്കണം. ഇവൻ 2 കാല് കൊടുക്കേണ്ട കാര്യം. അവർ 2 കാലേ കൊടുക്കുള്ളൂ. കാരണം ഇവന് കൂടുതലായി കഴിഞ്ഞാൽ അവന് പ്രശ്നം വരും. വെപ്രാളം കൊണ്ടെല്ലാം കൂടെ കടിച്ച് ചവയ്ക്കാകെ തിന്നും. ആ ഒരു സ്വഭാവം. മീൻ കണ്ടോ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടി കേറ കൂട്ടില്ലെന്ന് കൂട്ടി കയറാൻ പോകുമ്പോഴത്തേക്ക് കൂട്ടി കയറാൻ പറ. കമ്പെടുക്കട്ടെ. കൂട്ടി കയറാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേ അവരെ കൂടെ കയറി ഇറങ്ങിയിരിക്കുന്നു. എന്ത് ഞാനും കൂടെ ഇടയിൽ ഇരിക്കാം. അപ്പൊ അതിലറിയില്ല, തിരിഞ്ഞെങ്കിലും കളയാം. ഞാൻ എന്നിട്ട് നേരത്തെ തൂത്തെടുക്കാം. കാരണം അവിടെ തൂത്ത് കഴിഞ്ഞാലേ തുണി കഴുകി വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം പിന്നെ ഒട്ടിപ്പിടിക്കും, തൂക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഇവിടെ മരം നിൽക്കുന്നുണ്ട്, തണലുണ്ട്. മരം നിൽക്കുന്നുണ്ട്, ഉപയോഗമുണ്ട്. എനിക്കിതുപോലെ തൂക്കാനുള്ള ഉപദ്രവവും ഉണ്ട് കേട്ടോ. കാരണം ഒരു ഉപയോഗമില്ലാത്ത മരമാണ് എൻ്റെ ഈ നിൽക്കുന്ന മരം. ഇത് തണലുണ്ട്, അങ്ങനെ ഉപയോഗം. പക്ഷെ തണലും വരും. പിന്നെ മഴ സമയമാകുമ്പോൾ എൻ്റെ കല്ല് മൊത്തം അങ്ങ് പായലാവും, തുണി കഴുകാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഇതിലിട്ട് ഇങ്ങനെ കഴുകുന്നത് വളരെ കുറവാണ്. പിന്നെ ഇതാ അങ്ങനെ ഞാൻ നടുവിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ബക്കറ്റ് എൻ്റെ മണ്ടിയിലോട്ട് വെച്ചിട്ട് ഞാൻ കഴുകി കേട്ടോ. എന്തായാലും കൈ കൊണ്ട് കഴുകാൻ ഇച്ചിരി അധികം തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ കഴുകിയതാണ്. അപ്പോഴത്തേക്കും അവിടെ ധ്യാനസുന്ദരം അവിടെ വന്ന് വിളിക്കുന്നുണ്ട്. അവൻ അവിടെ വന്ന് ഇരിക്കുകയാണ്. അവന് വയ്യാതായി കഴിഞ്ഞാൽ അവൻ പിന്നെ സൈലൻ്റ് ആണ്, മിണ്ടത്തില്ല, ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുക. അതാണ് ധ്യാനസിൻ്റെ ഒരു സ്വഭാവം. എന്നാൽ അത് നീ ചെയ്യല്ലേടാ, വെള്ളം കുടിക്കല്ലേടാ, തണുത്ത ഐസ്ക്രീം കുടിക്കല്ലേ, അല്ലെങ്കിൽ പോയി ചൂടും കൂടി പറയാൻ കേൾക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അവിടെ ഭയങ്കര വെയിലായിട്ട് എപ്പോഴും തുണി കഴിയുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ട് ഞാൻ തുണിയെല്ലാം വിട്ട ശേഷം ഞാൻ എടുത്തുകൊണ്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അതാണ് അത്രയ്ക്ക് അവിടെ നിന്ന് വെയിൽ കൊള്ളാൻ വയ്യ, അത്രയ്ക്ക് ചൂടും വെയിലും. ഞങ്ങളിവിടെ ഇരിക്കുന്ന ചെടിയൊക്കെ തന്നെ കരിഞ്ഞു തുടങ്ങി ഈ ചൂട് കാരണം. അപ്പൊ ഇവിടെ വെച്ചിട്ട് അങ്ങ് എടുത്തിട്ട് പോകാന്നൊക്കെ പറയുന്നത് വീഡിയോ എടുത്തിട്ട് വയ്യ. ഇങ്ങോട്ട് വെച്ച് വിരിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കേട്ടോ. അത്രയ്ക്ക് വെയിൽ ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനിയൊന്നും കുളിക്കാൻ കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞേട്ടാ. കുളി കഴിഞ്ഞ് വന്നു. ഭയങ്കര വെയിലൊക്കെ ഇല്ലായിരുന്നു. തുണിയെ കഴുകിയിട്ട് വന്ന്. അപ്പം എൻ്റെ ചേട്ടൻ ഒരു പോലീസ് സ്റ്റേഷൻ കേസുമായി പോയിരിക്കും.
പോലീസ് സ്റ്റേഷൻ കേസില്ല. അങ്ങനെ വണ്ടി വിളിച്ചിറക്കാൻ അവർ പയ്യൻ കൊണ്ടുവച്ച് ഇടിച്ച് ബമ്പറൊക്കെ ഊരി വീണ്. അപ്പോഴത്തേക്ക് അവൻ അറിയാന്നുള്ള ആളായതുകൊണ്ട് ഒന്ന് വിട്ടു. നമ്പർ ഉണ്ടെന്ന് വെച്ചു. പിന്നെ അവൻ വിളിച്ചിട്ട് നമ്പർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വേറെ നമ്പർ വിളിക്കുമ്പോൾ അവൻ എടുക്കുന്നു. അങ്ങനെ ഇന്ന് പോയി മൂത്ര വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. അങ്ങനെ പിന്നെ എന്തായാലും ഇന്ന് പോയി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ വേണ്ടി പോയേക്കുന്നു. അപ്പം ഞാനും ധ്യാനൂടെ കഞ്ഞി കുടിക്കട്ടെ. കുറേ നേരം വിശപ്പ് തുടങ്ങി. അപ്പം എത്ര മണിയായി? 2:15. ഞാൻ കുളിച്ച് കുറിയൊക്കെ തൊട്ടില്ലേ. അപ്പം ഞാനും ധ്യാനൂസും കഞ്ഞി കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പം പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കഞ്ഞിയും പയറ് തോരനും 2 പൊരിച്ച മീനും. അപ്പം നമ്മളിതാണ് ഫുഡ് നമ്മുടെ. അയ്യോ ഒന്ന് കിടന്ന് മയങ്ങിപ്പോയിട്ട് അമ്പലത്തിലും പോകാൻ പറ്റിയില്ല. 5 മണി കഴിഞ്ഞിട്ടപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായക്ക് വടയും ഇതൊക്കെ വാങ്ങിച്ചേട്ടാ. എന്തായാലും ഞായറാഴ്ചയല്ലേ. അങ്ങനെ അതൊക്കെ കുടിച്ച ശേഷം പിന്നെ വിളക്ക് എത്തിക്കാൻ പോവാണ്. വെളിയിൽ തൂക്കാൻ പറ്റിയില്ല ഗൈസ്. രാവിലെ തൂക്കാൻ ഇരുട്ടായിപ്പോ കേട്ടോ. അപ്പം ഞാൻ വിളക്ക് എത്തിക്കുന്നുണ്ട്. വിളക്ക് എത്തിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് രാത്രിത്തേക്കുള്ള എന്തെങ്കിലും നോക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളക്ക് എത്തിച്ചിട്ട് പാകമൊക്കെ തൂത്തിറക്കി വിളക്ക് എത്തിച്ചേട്ടാ. പുറത്ത് തൂക്കാൻ പറ്റിയില്ല. അതിനിപ്പോൾ നാളെ വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചു. ഇനി പറ്റത്തില്ല, എന്നും തൂക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ പിന്നെ ധ്യാനൂസാണ് പോയി ലൈറ്റൊക്കെ ഇട്ട് വിളക്ക് എത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പം ഇനി കുറച്ച് പെഡിക്യൂർ ചെയ്യാൻ പോയി. വളരെ എളുപ്പമാണ് ചെയ്യാം. ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ഒരു 4 കപ്പ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സാമഗ്രികൾ. നാമ്പട്ടി ഇത്യാദി വർഗ്ഗങ്ങൾ. നമ്മൾ കുറച്ച് നേരം കാല് നല്ല ചൂടുണ്ട് ഗൈസ്. ചെറിയ ചൂട് മതി. നല്ല ചൂടുണ്ട്. 2 കാലം കുറച്ച് നേരം മുക്കി വയ്ക്കുക. അമ്മേ ചൂട്. വെള്ളം ഇച്ചിരി ചൂടായ ഞാൻ ധ്യാനൂസിനെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് നാരങ്ങ ഒഴിക്കാം. കുറച്ച് സോഡാപ്പൊടി കൂടി ഇടാം. കുറച്ച് കുറച്ച് നേരം ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കാല് മുക്കി വയ്ക്കണം. ചൂടുവെള്ളം മാത്രമല്ലല്ലോ, നമ്മളതിനകത്ത് ഹാൻഡ് വാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇളവും നഖമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. വല്ലപ്പോഴൊക്കെ നമ്മുടെ കാലിലാണ് നമ്മുടെ സൗന്ദര്യം വൃത്തി ഉണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ പറ്റുമെന്ന് പറയണം. വൃത്തിയുള്ളൊരു കാല് ഞാൻ കാണിച്ചു തരുന്നുണ്ടോ? ചൊറി ചിരങ്ങും പിടിച്ച കാലുണ്ടോ? ചേട്ടൻ ഉള്ള കൊതുക് അടിക്കണ മൊത്തം ചൊറിഞ്ഞെടുത്ത് കാല് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കുടിക്കില്ല. ആ രീതി ആക്കിച്ചു. അതിൻ്റെ കാലൂടെ പിടിക്കറി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓരോ കാലെടുത്ത് വയ്ക്കുക. അതിനകത്ത് ഇങ്ങനെ ബ്രഷ് വയ്ക്കുക. ബ്രഷ് നനച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഉണ്ടല്ലോ നഖമട്ടിയുടെ എൻഡ് ഭാഗത്ത് ഇങ്ങനൊരു സാധനം വേണം. അത് വെച്ച് നമ്മുടെ നഖത്തിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ അഴുക്കൊക്കെ ഉള്ളത് എടുത്ത് കൊടുക്കണം. അതൊക്കെ മാസത്തിൽ 1 2 മാസത്തിലൊക്കെ ചെയ്യണമല്ല. ഞാൻ കുറേ ആളായി ചെയ്തിട്ട്. നഖത്തിലെ ഈ സംഭവങ്ങളൊക്കെ ഇളക്കിയ ശേഷം നമ്മളൊന്നും കൂടെ ഈ ബ്രഷ് വെച്ചിട്ട്, ഹാർഡ് ബ്രഷാണ് കേട്ടോ, ബ്രഷ് വെച്ചിട്ട് തേച്ചിളക്കണം. ഇത് വെച്ചിട്ട് നമ്മുടെ പൂറ്റിയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ കല്ലിൽ തേച്ച് കഴുകുക. കല്ലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ച് ചെയ്യണം. തൊലികളല്ല, ഡെഡ് സ്കിന്നെല്ലാം പോകും. കഴിഞ്ഞിട്ടുള്ള എൻ്റെ കാൽ വിരലുകൾ കണ്ടു ഗൈസ്, നല്ല വൃത്തിയായിരിക്കുന്നത് കണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട ധ്യാനൂസിൻ്റെ കുറെ കാലമാണ് ഗൈസ് ഈ കാണുന്നു വൃത്തിയുള്ള കാലല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ പെഡിക്യൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യൂടെക്സ്. എൻ്റെ ക്യൂടെക്സ് കളക്ഷൻ കണ്ടു. ഇതിലാണ് എൻ്റെ ക്യൂടെക്സ് കളക്ഷൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂടെക്സ് കളക്ഷൻ നല്ല ലൈറ്റ് കളേഴ്സ് കണ്ടല്ലേ. ഏതിടാം എന്നുള്ള ഖത്തറിലുള്ളതൊക്കെ പോയി നോക്കുക. അതൊക്കെ ഇതായിപ്പോയി. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചേനെ കേട്ടോ. 12 സെറ്റ്. തുണി കൊടുക്കാത്ത ഇങ്ങനെ മാറി വാങ്ങിക്കണല്ലേ. ഉച്ചക്ക് കഞ്ഞിയും പയറും ലക്ഷറി. അതാണ് ഗൈസ്, നമ്മൾ അതാണ്. എന്തായിരുന്നു
കേസ് വാങ്ങിച്ചാലേ മുതലാവില്ല, ഇച്ചിരിയേ ഉള്ളൂ. കാലിലിട്ടു ഗൈസ്, എല്ലാം ലൈറ്റ് കളേഴ്സ് കാണുന്നുണ്ടോ? കണ്ടോ? ഇനി വല്ലതും തിന്നാൻ വല്ലതും വാങ്ങിക്കുമെന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്ക് എന്ത് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ അപ്പൂപ്പൻ്റെ അങ്ങോട്ട് തന്നെ പോയി കേട്ടോ. അപ്പൂപ്പൻ്റെ ആനിവേഴ്സറിക്ക് പോയിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ രണ്ടുപേർക്ക് ഭയങ്കര വിഷമം വരുന്നത്. പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിന്നില്ലെങ്കിൽ പിന്നെ വല്ലാത്ത പ്രശ്നമാണ്. ഇതെവിടെ പോയി ആറ്റിങ്ങി പോയാ? ഇവരോടൊന്നും വർക്കലേന്നാ? അയ്യോ വർക്കൽ. ആ അപ്പൊ വർക്കലെന്നാണ് എടുത്തേക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു സാധനവും ഇല്ലെന്നാണ് ഇവിടുത്തെ അഭിപ്രായം. ആ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആറ്റിങ്ങനെയാണ് ബെറ്റർ. പക്ഷേ ഇതെന്തിനാ ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയെന്ന് പറയുന്നതാ? അയ്യോ ഇവിടെ ഇത്ര പോരാട്ടാ. അപ്പൊ നമുക്ക് ഇത്രയല്ലേ ഉള്ളു സാധനം അല്ലേ? എന്നാ റേറ്റിന് കുറവൊന്നുമില്ലല്ലേ? ആ അപ്പൊ വർക്കല്ല KFCയുടെ അത്ര വലിയ അഭിപ്രായം കൊള്ളൂല. വർക്കല KFC കൊള്ളൂല, ആറ്റി KFC ഗുഡ്. അങ്ങനെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്നേ ഉള്ളൂ അവിടെ നിന്ന്. നോർമലി KFCയിൽ ഓർഡർ ഡിലേ പൈസ ആഡ് ചെയ്യും, ബില്ല് ഒരിക്കലും ഫൈനലൈസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാട്ടിക്കൂട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അൾട്ടിമേറ്റ് ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്കില്ല. നിങ്ങൾ പറഞ്ഞ കോമ്പോസ് ഞാൻ ഓർഡർ ചെയ്തു, എന്നിട്ട് ഇപ്പോൾ ഫൈനലി ബില്ല് വന്ന സമയത്ത് അവർക്ക് അതും തരാനില്ല. എന്നാൽ കാര്യം ചെയ്ത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് അടിക്കാൻ പറ്റും. അത് സാർ ഓൾറെഡി ബില്ല് ഇതായിപ്പോയി, ബില്ല് അതായിപ്പോയി. ബില്ല് അങ്ങനെ ആവൂല. ഡെലിവർ ചെയ്തതിനു ശേഷം ആ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആരൊക്കെയോ ഇത് ബില്ല് താമസിച്ചു കഴിഞ്ഞാൽ ഡിലേ ഒരു എക്സ്ട്രാ പീസ് കൊടുക്കും. അതെ, ആ ഡിലേ ആവുന്ന സമയം വരെ അവർ ബില്ല് എന്ന് വെച്ചാൽ ഡെലിവർ ചെയ്യുന്ന സമയം വരെ അവർ ബില്ല് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ക്ലോസ് ഇവര് വെച്ചേക്കുന്നത്, KFC വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി വർക്കല നിങ്ങൾ ആരും പോകരുത് ഗ്യാസ്, നിങ്ങൾ ആരും പോകരുത്. എനിക്ക് വർക്കല പയ്യൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ചേച്ചി അവിടെ അത്ര പോരെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഫുൾ അഭിപ്രായം പറഞ്ഞു. കൊള്ളത്തില്ല കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല. ഞങ്ങൾ വർക്കലയിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങിയത്. വർക്കലയിൽ ഇപ്പോൾ വന്നിട്ട് കുറച്ചാളായുള്ളൂ, പക്ഷെ ഞങ്ങൾ വാങ്ങിയത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കൊള്ളത്തില്ല. ആറ്റിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൊള്ളത്തില്ല. ട്രിവാൻഡ്രത്തേക്കാണ് നല്ലത്, പിന്നെ ആറ്റിങ്ങിൽ ബെറ്ററാണ്, പ്രശ്നമില്ല. പക്ഷെ വർക്കലത്തെ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ആരും പോയി വർക്കല പോയി വാങ്ങിച്ചുമ്പോൾ പൈസ കളയരുത്. എൻ്റെ വീഡിയോ കാണുന്നില്ല ആരും വർക്കല പോയി KFC കഴിക്കരുത് ഞാൻ പറയുള്ളൂ കേട്ടോ. കൊള്ളത്തില്ല, സത്യത്തിൽ കൊള്ളത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.